ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ഫോട്ടോഷോപ്പിലെ തന്നെ ഫോട്ടോഷോപ്പിനെ കുറിച്ച് അതിൻ്റെ ബേസിക് ഇൻ്റർഫേസിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ മനസ്സിലാക്കി. ഇവിടെ നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ കളർ പാലറ്റ്സ്, അതേപോലെ തന്നെ സ്വാച്ചസ്, ഗ്രേഡിയൻസ്, പാറ്റേൺ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അറ്റ് ദ സെയിം ടൈം ലെഫ്റ്റ് സൈഡ് യു ക്യാൻ സീ ഫോട്ടോഷോപ്പ് ടൂൾസ്. ഓക്കെ, ടൂൾസിന് നമുക്ക് പ്രധാനമായിട്ടും കുറച്ച് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഒന്ന് സെലക്ഷൻ ടൂൾ ഗാലറി എന്നുള്ളതും, അതേപോലെ തന്നെ റീടച്ചിങ് ഏരിയ എന്നുള്ള രീതിയിലും, നമുക്ക് നാവിഗേഷൻ അല്ലെങ്കിൽ ടൈപ്പിംഗ് ഏരിയ എന്നുള്ള രീതിയിലൊക്കെ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. ഇനി ഞാൻ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ ഏരിയ ആണ്. സെലക്ഷൻ ടൂൾസിൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ നമ്മളൊരു ഇമേജ് ഇതേപോലെ ഓപ്പൺ ചെയ്ത് ആ ഇമേജിനെ സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് മൂവ് ചെയ്യുന്നത്, മറ്റ് ഏരിയകളിലേക്ക് മൂവ് ചെയ്യുന്നത്, ഇത് മൂവ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മളൊരു ഇമേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് ബ്ലാങ്ക്ലി ഓപ്പൺ ഒരു ഇമേജ് ജസ്റ്റ് സി ഹിയർ, directly open one file. Okay, so I got one image. See here you can see a locked icon here. Okay, locked means ഇത് നമുക്ക് ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമുക്ക് ഇതിനെ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. കൺവേർട്ട് ആണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് കൺവേർട്ട് ടു നോർമൽ ലെയർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ലെയറിന്റെ ലോക്ക് മാറി ഇത് ലെയർ 0 എന്നുള്ള രീതിയിൽ വന്നു. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെയർ ലോക്ക്ഡ് ലെയർ ആണ്. ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തു ഞാൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ലോക്ക് മാറി എന്നർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ മൂവ് ചെയ്യാം എന്നർത്ഥം. അതായത് ഇതിന്റെ ലോക്ക് മാറിക്കഴിഞ്ഞു. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഹോൾഡ്, ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഇമേജിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് ടോട്ടൽ ഇതിന്റെ വർക്കിംഗ് സ്പേസ് ആണ്. ഈ സ്പേസിൽ ഈ ഇമേജ് ഇത്ര മതി. ബാക്കിയുള്ള ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ അതിന്റെ കളറുകൾ മാറ്റണമെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് അർത്ഥം. ഇനി സെലക്ഷന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെക്റ്റാങ്കുലർ സെലക്ഷൻ ഉണ്ട്. സെലക്ഷൻ ഇതേപോലെ തന്നെ ഒരു റെക്റ്റാങ്കുലർ വരച്ചുകൊണ്ട് അതിനകത്ത് നമുക്ക് ഈ ഒരു പാർട്ട് മാത്രം ഇതിനെ കൺട്രോൾ X ആണ് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. കൺട്രോൾ X അല്ലെങ്കിൽ എഡിറ്റിൽ പോയിട്ട് നമ്മൾ കട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിനെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ ഇതിനെ കോപ്പി ചെയ്തിട്ട് വേറൊരു ഏരിയയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ C കൊടുത്ത് കൺട്രോൾ V ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. നമുക്കതിൻ്റെ മറ്റൊരു പാർട്ട് സെപ്പറേറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതൊരു ഏരിയനെ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി, അപ്പോൾ ഇങ്ങനെ ഏരിയനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൗണ്ട്, എലിപ്റ്റിക്കൽ, റെക്റ്റാങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഒരു ടൈപ്പിൽ. അപ്പോൾ ഇത് ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിനെ കുറച്ചും കൂടെ സ്കെയിൽ ചെയ്യാത്ത രീതിയിലേക്കൊക്കെ നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഷിഫ്റ്റ് ആൾട്ടോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ റെക്റ്റാങ്കുലർ ടൈപ്പിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്തു. ഇതിങ്ങനെ മൂവ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ കൺട്രോൾ C കൊടുത്തു. കൺട്രോൾ C കൊടുത്തിട്ട് കൺട്രോൾ V കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായ കാര്യമാണ്, ഞാൻ ജസ്റ്റ് വിട്ടുപോയി. ഇവിടെ നമ്മൾ ഏത് ലെയർ ആണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ലെയറിനെ മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്ന വർക്കുകൾ എഫക്റ്റ് ചെയ്യുക. അതാണ് ഈ ഫോട്ടോഷോപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ലെയർ വൈസ് ആയിട്ടാണ് നമുക്ക് ഇതിന്റെ എഡിറ്റുകൾ ഉണ്ടാവുക. അപ്പോൾ സെലക്റ്റഡ് ലെയറിനാണ് നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യുക. അതിന്റെ കളർ ആണെന്നുണ്ടെങ്കിൽ, അതിൽ പെയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അതിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ടൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് ലെയർ ആയിട്ട് തന്നെ വരും. അതല്ല, നമ്മൾ ആ ഒരു ലെയറിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ ഇതേപോലെ നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സുകൾ കാര്യങ്ങളെല്ലാം ഏത് ലെയർ ആണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ലെയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ എനിക്ക് ഈ ലെയറിൽ ഒരു പാർട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലെയർ സെലക്ട് ചെയ്തു. കാരണം ഇത് ജസ്റ്റ് കോപ്പി ചെയ്ത് വന്നപ്പോൾ ഇത് മറ്റൊരു ലെയർ ആയിട്ടാണ് ഇവിടെ. ഈ ലെയർ ഓഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. ഇവിടെ ഒരു ഓണും ഓഫും ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഇവിടെ താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെയറാണ് ഓഫായിട്ട് കിടക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തു, എന്നിട്ട് കൺട്രോൾ C കൊടുത്തു, കൺട്രോൾ V കൊടുത്തു. ഇപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ഫയലും കൂടെ കിട്ടി കേട്ടോ, ഈ ഒരു പാർട്ട് മാത്രം. അപ്പോൾ ലെയർ 2, ലെയർ 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ സെലക്ട് ചെയ്തെടുക്കാൻ അർത്ഥം.
ഇനി ഞാൻ താഴെ ഈ ലെയർ 0 തന്നെ സെലക്ട് ചെയ്ത് അടുത്ത സെലക്ഷൻ ഓപ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലാസർ ടൂൾ എന്ന് പറയുന്നത്, ലാസർ ടൂൾ നമുക്ക് വളരെ ഇതേപോലെ ഇങ്ങനെ വരഞ്ഞിട്ട് ഒരു ഏരിയനെ സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ ജസ്റ്റ് നമുക്ക് ഇപ്പോൾ വി ടൂൾ യൂസ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ മൂവ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് വെക്കാം. കൺട്രോൾ സെറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഇനി ഇവിടെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത ഏരിയ നമുക്കിപ്പോൾ സെലക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സെലക്ഷൻ നമുക്ക് എപ്പോഴും അതിനെ ഡിസെലക്ട് ചെയ്യണം. ഡിസെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെലക്റ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഡിസെലക്ട് കൺട്രോൾ ഡി, അതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ഡി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെലക്ഷൻ ഡിസെലക്ട് ആയി. ഓക്കെ, അപ്പോൾ അത് ഇനിയിപ്പോൾ നമ്മൾ സെലക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡിസെലക്ട് അത് ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ഷൻ നമുക്ക് ചെയ്ത് അത് ഡിസെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ. നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ സെലക്ഷൻ്റെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് അതായിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഇതേപോലെ ലാസോ ടൂൾ എടുത്തു അല്ലേ. ലാസോ ടൂൾ പോളിഗണൽ ലാസോ ഉണ്ട്. നെക്സ്റ്റ് പോളിഗണൽ ലാസോൻ്റെ പ്രത്യേകത ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ യു വിൽ ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻസ് ടു സെലക്ട് ദ ഒബ്ജക്റ്റ് ഓർ വട്ടവർ. ഈ ഇപ്പോൾ ഇതിൽ നമുക്ക് എന്താണോ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇതേപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കറക്റ്റ് എക്സാക്റ്റ് ആ ഒരു സ്ട്രൈറ്റ് ലൈൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ആ ഒരു ഇതിൽ നമുക്കിവിടെ ഓൾറെഡി സെലക്ഷൻ ഇല്ലതുകൊണ്ടാണ് നമുക്ക് ഈ സെലക്ഷൻ ആക്റ്റീവ് ആകാത്തത്. നേരത്തെ പറഞ്ഞപ്പോൾ സെലക്ഷൻ ഒന്നുകിൽ നമുക്ക് ഇവിടെ അതിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് സെലക്ഷനിലേക്ക് ആഡ് ചെയ്ത് വരുത്താൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 2 സെലക്ഷൻ നമുക്ക് വന്നു. ഇവിടെ സെലക്ഷൻ മൈനസ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ നമുക്ക് സെലക്ഷൻ ചെയ്യാൻ കഴിയും. അപ്പം അത് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പം സെലക്ഷൻ കളയണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കൺട്രോൾ ഡി ആണ്. അതല്ലെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു സെലക്ട് മെനു, ദെൻ യു ക്യാൻ സെലക്ട് ദിസ് ഓപ്ഷൻ, ദിസ് സെലക്ട് കൺട്രോൾ ഡി. ഓക്കെ, കൺട്രോൾ ഡി എന്ന് പറയുന്നത് നമ്മൾ സെലക്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിലൊരു മാഗ്നറ്റിക് ടൂളും കൂടെ ഉണ്ട്. മാഗ്നറ്റിക് ടൂളിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഈ ലെയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒറ്റ ക്ലിക്ക് മാത്രം മതി. ബാക്കി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് ഇങ്ങനെ വെറുതെ മൂവ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഇത് സെലക്ഷൻ ആവും. പിന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ കണക്റ്റ് ആയി. ഇപ്പോൾ സെലക്ഷൻ വന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂവ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഇതിനെ മൂവ് ചെയ്ത് വെക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓട്ടോമാറ്റിക്കലി എന്താണ് സെലക്ട് ആവുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ലെയർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ പോകുന്ന സമയത്തുണ്ടോ ഇത് നോർമലി നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സ്കൈ ഏരിയ സെലക്ട് ചെയ്യാൻ പറ്റി അല്ലേ. കുറച്ചും കൂടെ അതിനിങ്ങനെ നമ്മളൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഇങ്ങനെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. ഇനി ആ ഒരു സ്കൈ ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്കൈ റിമൂവ് ചെയ്തിട്ട് അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്ലേസ് എനി അതർ ഇമേജസ്, സ്കൈ അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സ്കൈയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം കൺട്രോൾ സെറ്റ് അടിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഒരു പോളിഗണൽ മാഗ്നറ്റിക് ലാസോ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് പവറാണ് ആക്ച്വലി. അപ്പോൾ അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കളറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് ഓട്ടോമാറ്റിക്കലി ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കളർ കുറച്ചും കൂടെ സ്പ്രെഡായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് പ്രോപ്പർലി. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഒരു ഡിഫോൾട്ടായിട്ടുള്ള ഇത്തരം സെലക്ഷൻസും കാര്യങ്ങളൊന്നും ഒരു പെർഫെക്റ്റഡ് സാധനങ്ങളല്ല എന്നുള്ളതും കൂടെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് മാഗ്നറ്റിക് ലാസോ എന്ന് പറയുന്ന ടൂളിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് സെലക്ഷൻ്റെ ഒരു ബേസിക് സാധനങ്ങളാണ്. അപ്പോൾ ലെയറുമായി ബന്ധപ്പെടുത്തിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇതിൻ്റെ കാര്യത്തിൽ ഇത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ സെലക്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്താം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.